ഓക്കെ, അപ്പോൾ 60 രൂപയ്ക്ക് കൊടുക്കാം. 60 രൂപ കൊടുക്കാം. ശരി, ഇത് 2,90,000 കൊടുക്കും. 2,90 കൊടുക്കും. 2,90 പോളിസിന്റെ വിലയ്ക്ക് ഇന്നോവ കൊടുക്കും. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഓൾട്ടോ LXi 2007 മോഡല് ZXi വണ്ടിയാണ്. ഏറ്റവും ടോപ്പിന്റെ അലോയ് വീല്, എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാം വരുന്ന മോഡല്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനുള്ളത് കാർലിങ്കിലാണ്. കാർലിങ്കിന്റെ 3ാമത്തെ ഷോറൂമാണിത്. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം പാറശാലയ്ക്ക് അടുത്ത് പരശുവെക്കൽ എന്ന സ്ഥലത്താണ്. നമ്മുടെ മിന്റാജ് ബ്രോ ഉണ്ട്, വീട്ടിലോട്ട് സ്വാഗതം. നമ്മുടെ ഈ ഷോറൂം തുടങ്ങിയിട്ട് വളരെ കുറച്ച് ദിവസമായിട്ടുള്ളൂ, ഒരു 20 ദിവസത്തിനകത്തേ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ആണ് ഇവിടെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും ബഡ്ജറ്റ് കാറുകളും അതേപോലെ എല്ലാ സെഗ്മെന്റ് വാഹനങ്ങളും ഉണ്ട്. ബഡ്ജറ്റ് മുതൽ സെഡാൻ ഉണ്ട്, SUV ഉണ്ട്, 7 സീറ്റർ എല്ലാ ടൈപ്പ് വാഹനങ്ങളും നമ്മളുണ്ട്. ഒരു എല്ലാ ടൈപ്പ് നമ്മൾ എല്ലാ ഷോറൂമിലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പകർപ്പ് നമ്മൾ ഇവിടെ കൂടെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ 3 ഷോറൂമിലുള്ള ഏത് വാഹനം വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് തന്നെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും, നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഡെലിവറി ഇവിടെ നിന്ന് എടുക്കാം. ഡെലിവറി എടുക്കാം. കസ്റ്റമർക്ക് എവിടെയാണോ സൗകര്യം അവിടെ ഡെലിവറി എടുക്കാം. അതായത് 3 ഷോറൂം വരുന്നുണ്ട്. ചാക്കയിൽ വരുന്നുണ്ട്, അതേപോലെ കാട്ടാക്കട പൊട്ടങ്കാവ് എന്ന സ്ഥലത്ത് വരുന്നുണ്ട്, പരശുവെക്കൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് വണ്ടി ഡെലിവറി എടുക്കാം, ഇവിടെ നിന്ന് കണ്ട വണ്ടിയും. ഓക്കെ, അപ്പം ലോൺ 2011 മുതലുള്ള എല്ലാ വണ്ടിക്കും ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം, അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ നമുക്കൊരു ഇന്നോവയിൽ തുടങ്ങാം അല്ലേ? ഇന്നോവയിൽ തുടങ്ങാം. ബഡ്ജറ്റുകാർ ഒരുപാട് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഇന്നോവയിൽ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചല്ലേ? ഇന്നോവയിൽ സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇന്നോവ ഇത് 2007 മോഡലാണ്. 7 വണ്ടി G4 ആണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ ഡോർ, പവർ വിൻഡോ, സെൻട്രൽ AC എല്ലാം വരുന്ന ലെതർ സീറ്റ് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. 7 സീറ്റർ വണ്ടിയാണ്. 27 പേപ്പർ ഉണ്ടല്ലേ? അതെ, 27 പേപ്പർ ഉണ്ട്. വണ്ടി നല്ല കണ്ടീഷനാണ്. അഡീഷണൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. കിലോമീറ്റർ എത്രയാണ്? 1,90,000 കിലോമീറ്റർ. ഇപ്പൊ റീസെന്റ് ആയിട്ട് കമ്പനിയിൽ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. കമ്പനി സർവീസ് തന്നെയാണ് ഇപ്പൊ ചെയ്തിട്ടുണ്ട്. മുമ്പൊക്കെ സർവീസ് പുറത്തായിരുന്നു. ഇപ്പോഴത്തെ ലാസ്റ്റ് കസ്റ്റമർ ഇപ്പൊ ഒന്ന് കമ്പനി കയറ്റി 24,000 രൂപയുടെ സർവീസ് ഒക്കെ ചെയ്ത് ഇറക്കിയതാണ്. സീറ്റുകളൊക്കെ നല്ല ലെതർ ചെയ്തിട്ടുണ്ടല്ലേ? അതെ അതെ, നല്ല വൃത്തിയുണ്ട്. ഓക്കെ, ഓണർഷിപ്പ് എത്രയായിരുന്നു വണ്ടിയുടെ? നിലവിൽ 3rd ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. രജിസ്ട്രേഷൻ വണ്ടിയാണ്. നിലവിൽ 3rd ഓണർ. ഓക്കെ, നമുക്ക് എത്ര കൊടുക്കാം വണ്ടി? ഇത് 2,90,000 രൂപ കൊടുക്കും. 2,90 കൊടുക്കും. 2,90 പോളിസിന്റെ വിലയ്ക്ക് ഇന്നോവ കൊടുക്കും. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. പിന്നെ അടുത്തൊരു ഓൾട്ടോ കേട്ടനുണ്ട്, പക്ഷേ അത്യാവശ്യം കുറെ ചെറിയ പണികളൊക്കെ ഉണ്ടല്ലേ? ഇത് കുറച്ച് പണിയുള്ള വണ്ടിയാണ്. ഞാനിത് നമ്മൾ നോർമലി കൊടുക്കാതിരിക്കുന്നതല്ല, അല്ലാതെ ആരെങ്കിലും എടുത്ത് പണിയാൻ അതെ വെളിയിലിട്ടിരിക്കുകയാണ്. എടുത്ത് പണിയാൻ ആഗ്രഹമുള്ളവർക്ക് എടുക്കാം. ഇവിടുത്തെ ഒരു കസ്റ്റമർ വണ്ടിയാണ്, വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നു. പക്ഷെ നമുക്ക് ആ ഷോറൂമിനകത്ത് ഇടാനുള്ള ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് വെളിയിട്ടിരിക്കുകയാണ്. 2011 മോഡല്. പക്ഷെ റണ്ണിങ്ങിനൊന്നും വേറെ കുഴപ്പമില്ല. വണ്ടി ലോക്കായിരിക്കും. ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങൾ വരുന്ന വണ്ടി. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എഞ്ചിനൊക്കെ പക്കയാണ്. കുറച്ച് തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് പാച്ച് വർക്ക് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പൊ അതിൻ്റെതായ വിലയ്ക്ക് കൊടുക്കാം നമുക്ക്. ഇപ്പം മിന്റാജ് ബ്രോ, നമുക്ക് ഈ കണ്ടീഷനിൽ വേണ്ടി എത്രയ്ക്ക് കൊടുക്കാം? ഇതൊരു 60 രൂപ കിട്ടുകയാണെങ്കിൽ കസ്റ്റമർ കൊടുക്കും. ആൾട്ടോ കേട്ടൻ 60 രൂപയ്ക്ക് വാങ്ങിക്കാം. നമ്മൾ പണി ഒരു 10 രൂപയുടെ പണി വരുള്ളൂ. എത്ര വരും? പണി ചെയ്താൽ ഒരു പെയിന്റ് അടിക്കണമെങ്കിൽ തന്നെ ഒരു 20 രൂപയ്ക്കകത്താ ഫുള്ള് നല്ല രീതിയിൽ പെയിന്റ് അടിക്കാം. അത്രേ ആവുള്ളൂ. പിന്നെ ഇതിന് വേണ്ടി നമുക്ക് മെനക്കെടാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കാന്ന് വിചാരിച്ചു. ആരെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രം, നമ്മൾ ആരെയും പോളിസി എടുപ്പിക്കൂല. മാത്രം നോക്കി വേണമെന്നുണ്ടെങ്കിൽ മാത്രം എടുക്കാവൂ. പിന്നെ അവസാനം എടുത്തിട്ട് അങ്ങനെ എഞ്ചിൻ കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ല. വേറെ പ്രത്യേകിച്ച് കുഴപ്പമില്ല. റണ്ണിങ്ങിന് വേറെ കുഴപ്പമൊന്നുമില്ല. വൃത്തിക്കുറവുണ്ട്. ഞാൻ നല്ല ഷോറൂമിൽ നിന്ന് അല്പം വെളിയിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ 60 രൂപ കൊടുക്കാം. 60 രൂപ കൊടുക്കാം. ശരി. അപ്പോൾ അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസയർ അല്ലേ? സ്വിഫ്റ്റ് ഡിസയർ ഇത് 2009 മോഡലാണ്. 9 വണ്ടി. ZXi വണ്ടിയാണ്. ഏറ്റവും ടോപ്പിന്റെ അലോയ് വീല്, എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാം വരുന്ന മോഡല്. ZXi ആകുമ്പോഴത്തേക്കും അന്നത്തെ ടോപ്പിന്റെ വണ്ടി. അതെ, ടോപ്പിന്റെ വണ്ടി. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പിലാണ്. 29 വരെ പേപ്പർ വരുമോ? 29 വരെ പേപ്പർ ഉണ്ട്. സ്വിഫ്റ്റ് ഡിസയർ ZXi ബ്ലാക്ക് ഉള്ളത്. 80,000 കിലോമീറ്റർ. എത്ര കിലോമീറ്റർ ആയി? 80,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ. ഇന്റീരിയർ സീറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അത് വൃത്തിയായിട്ടിരിപ്പുണ്ട് കേട്ടോ. അതെ. അപ്പോൾ ZXi ആണ്. ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, AC ഓട്ടോമാറ്റിക് വരുന്നുണ്ട്, സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. ഇതിന് സെൻട്രലൊക്കെ വരുന്നുണ്ട് ബ്രോ? ഈ സൈഡ് നോക്കുമ്പോൾ വേറെ സ്ക്രാച്ചസ് ഒന്നും കാണുന്നില്ല. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ടല്ലേ? അലോയ്സ് എല്ലാം വരുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കണ്ടീഷൻ വണ്ടിയാണല്ലോ. എത്ര കൊടുക്കാം വണ്ടി? ഇത് 2,25. 2,25 കൊടുക്കാം. പുതിയ പേപ്പറുള്ള വണ്ടിയാണ്. 2029 വരെ പേപ്പറുണ്ട്. നെഗോഷ്യബിൾ ആണോ? ചെറുതായിട്ട് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു. 9,000 ഫിനാൻസ് കയറില്ലല്ലോ? ഫിനാൻസ് ശ്രീറാം ഫിനാൻസിലൊക്കെ ചിലപ്പോൾ കിട്ടും. നല്ല ഇൻട്രസ്റ്റ് വരുമല്ലോ അനുസരിച്ച്. അടുത്ത വണ്ടി എത്തിയോസ് VD ആണ്. ഡീസൽ വണ്ടി. അപ്പോൾ മോഡൽ 2013 മോഡൽ. സെക്കൻഡ് ഓണർ, സോറി തേർഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? 1,00,000 കിലോമീറ്റർ. 1,00,000 കിലോമീറ്റർ ആയി. അതെ, സംബന്ധിച്ച് അതൊരു പ്രശ്നമേ അല്ല. ഇതൊക്കെ കിലോമീറ്റർ ഓടുന്നത് കൊണ്ട് ഫേമസ് ആയ വണ്ടികളാണ്. ടൊയോട്ട എന്ന് പറഞ്ഞാൽ അത്യാവശ്യം 4-5 ലക്ഷം കിലോമീറ്റർ ഓടും. കറക്റ്റ് സർവീസ് ആണെങ്കിൽ
ഡീസൽ വണ്ടി പക്ഷേ ഇപ്പം കുറച്ച് റെയർ ആണല്ലേ? കുറവാണ് ഇപ്പൊ, റെയർ വണ്ടിക്ക് എൻക്വയറി ഒരുപാട് ഉണ്ടല്ലോ. ടൊയോട്ട വണ്ടി ആൾക്കാർ നോക്കുന്നുണ്ട്, പക്ഷേ ആൾക്കാർ നിർത്തിക്കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ഇന്റീരിയർ നോക്കുമ്പോൾ സീറ്റ് കവർ ഉണ്ട്, ചെയ്തിട്ടുണ്ട്. എയർ ബാഗ്, ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്. ടൊയോട്ടയുടെ ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട് അല്ലേ? വേരിയന്റ് വരുന്നത് VD ആണ് വരുന്നത്. V ആണ് അപ്പോൾ വേരിയന്റ്. ഡീസൽ വണ്ടി. ഈ സൈഡ് നോക്കുമ്പോൾ സ്ക്രാച്ച് ഇടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ടോപ്പ് വേരിയന്റ് തൊട്ട് താഴെ അല്ലേ? ആലോചിച്ച് വരുന്ന എല്ലാ കാര്യം അത്യാവശ്യം വരുന്നുണ്ട്. VXD-ൽ സ്റ്റിയറിംഗ് കൺട്രോളും കൂടെ ഒക്കെ വരും, ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അതെ, എത്രയും കൊടുക്കാതെ ഇത് നമുക്കൊരു 3.5 പ്രതീക്ഷിക്കുന്നത്. ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, നെഗോഷ്യബിൾ ആണ്. അതെ. ഓക്കെ, ഡീസൽ വണ്ടിയാണ്. ഫിനാൻസ് അപ്പോൾ എത്ര കയറും? ഫിനാൻസ് നമുക്ക് ഒരു 2-2.5 വരെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്ത വണ്ടി സ്കോഡ റാപ്പിഡ് 2013 മോഡൽ, സിംഗിൾ ഓണർ, 1 ലക്ഷം കിലോമീറ്റർ കറക്റ്റ് ഓടിയ വണ്ടിയാണ്. ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ വണ്ടി അല്ലേ? നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ഓക്കെ, ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ? മാനുവൽ ഡീസൽ വണ്ടി. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഒരു റീപ്ലേസ്മെന്റും ഇല്ല. നല്ല ലെതർ സീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. റണ്ണിങ് ഒക്കെ അത്യാവശ്യം വൃത്തിയുണ്ടോ? സ്ക്രാച്ചസ് ഒന്നുമില്ല. വേറെ ആക്സസറി റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. സ്കോഡയുടെ നല്ല കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. ഇത് നമ്മുടെ റാപ്പിഡിന്റെ മൈലേജ് എങ്ങനെ വരും ഡീസൽ വണ്ടി? റാപ്പിഡ് മൈലേജ് 18 to 20 വരെ ഉണ്ട്. 18-20 മൈലേജ് 18 മിനിമം കിട്ടും. ഇന്റീരിയർ നോക്കുമ്പോൾ സീറ്റ് കവർ ഉണ്ട്, പക്ഷേ കുഴപ്പമില്ല. ഡ്രൈവർ സീറ്റ് ചെറിയൊരു ഡാമേജ് ഉണ്ട്. 99,416 കിലോമീറ്ററാണ് റൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് AC വരുന്നുണ്ട്, ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, സ്റ്റീറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്. AC വരുന്ന മാനുവൽ അല്ലേ വരുന്നത്? 4 ഡോർ പവർ വിൻഡോ, AC പോസിറ്റീവ് മിറർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എയർ ബാഗ് വരുന്നുണ്ട് അതിനകത്ത്? എയർ ബാഗും വരുന്നുണ്ട്. വേറെ റീപ്ലേസ്മെന്റ് ആക്സസറി ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. കണ്ടീഷൻ വണ്ടി. കണ്ടീഷൻ വണ്ടി. എത്രയ്ക്ക് കൊടുക്കാം? 340 കൊടുക്കാം. 340. ഫിനാൻസ് അപ്പോൾ എത്ര? 2.5 വരെ എത്തിയ. അപ്പോൾ അടുത്ത വണ്ടി സൈലോ. 2012 മോഡൽ, ഈഗിൾ എഞ്ചിനാണ്. ഈഗിളാണ്. E4 വണ്ടി, സിംഗിൾ ഓണർ, 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആണോ? ജെനുവിൻ കിലോമീറ്റർ ആണല്ലോ. ജെനുവിൻ കിലോമീറ്റർ, 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പുത്തൻ ടയർ കാര്യങ്ങളായിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി, ലോ കിലോമീറ്റർ വണ്ടിയാണ്. ടയർ 4 പുതിയ ടയർ എടുക്കുന്നുണ്ട്. ടയർ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഈഗിൾ എഞ്ചിനാണ്, സിംഗിൾ ഓണർ ആണ്. 60,000 കിലോമീറ്റർ സംബന്ധിച്ചൊന്നും സംഭവിക്കാനില്ല. ഒന്നുമില്ല. അതെ, വെറും 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സ്ക്രാച്ചോ ഡെന്റ് ഒന്നുമില്ല. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, ഇന്റീരിയർ നോക്കുമ്പോൾ സീറ്റ് ഫാബ്രിക് ആണ്, പക്ഷേ വെൽ മെയിൻറ്റൻഡ് ആണ് കേട്ടോ. സെൻട്രൽ AC വരുന്നുണ്ട്, പവർ വിൻഡോ കാര്യങ്ങളെല്ലാം ഒരു പൈനിയറിന്റെ ടച്ച് സ്ക്രീൻ സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. AC വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്. എയർ ബാഗ് വരുന്നില്ലല്ലോ? എയർ ബാഗ് 2012 ആയിരുന്നു. ഓക്കെ, അപ്പോൾ 27 വരെ പേപ്പർ ഉണ്ടല്ലേ? 2027 വരെ പേപ്പർ ഉണ്ട്. ഓക്കെ, ഇതിന് മൈലേജ് എത്ര സൈലോയ്ക്ക് ഈഗിൾ എഞ്ചിൻ ആകുമ്പോൾ? ഒരു 12 മുതൽ 16 വരെ, 14-15 റേഞ്ച്, 13-14 ആ റേഞ്ച് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് നമുക്ക് 3,20,000 രൂപ ചോദിക്കണം. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 3,10 വന്നാലും കൊടുക്കാം. നെഗോഷ്യബിൾ ആണ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. 12,000 ഫിനാൻസ് കയറും. ഫിനാൻസ് കയറും. എത്ര കയറും? ഒരു 2 രൂപ നമുക്ക് ഫിനാൻസ് ഇറങ്ങി കൊടുക്കാം. വാഗനാർ ആണ്, 2008 മോഡൽ വാഗനാർ LXI വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ അലോയ് വീലും ചെയ്തിട്ടുണ്ട്. ടയർ 4 നല്ല കണ്ടീഷനാണ്. വണ്ടി നല്ല കണ്ടീഷനാണ്. 8 വരെ പേപ്പർ 28 വരെ പേപ്പർ ഉണ്ട്. കണ്ടീഷനുള്ള വണ്ടിയാണ്. ഇതിപ്പോ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ തന്നെ ഒരു 2 വർഷം മുമ്പ് കൊടുത്ത വണ്ടിയാണ്. ഓണർഷിപ്പ് ഇപ്പൊ 3rd ഓണർഷിപ്പിലാണ് ഇരിക്കുന്നത്. 1 ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഫുള്ള് സർവീസും കാര്യങ്ങളെല്ലാം പക്കയാണ്. വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. AC എല്ലാം വർക്കിംഗ് ആണല്ലോ? AC വർക്കിംഗ്, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ എല്ലാം വരുന്നുണ്ടല്ലേ? LXI വാഗനാർ. പക്ഷെ വണ്ടി മോഡൽ വെച്ച് നോക്കുമ്പോൾ വൃത്തിയുണ്ട്. അതെ. സ്ക്രാച്ചസ് ടയർ 4 നല്ല കണ്ടീഷൻ ഉണ്ട്. അലോയ്സ് ചെയ്തിട്ടുണ്ടല്ലേ? അതെ, അലോയ്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ വില വരുന്നത്? നമ്മൾ 1,15,000 രൂപയാണ് ചോദിക്കുന്നത്. 1,15. ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നെഗോഷ്യബിൾ ആണ്. അതെ. അപ്പോൾ അടുത്ത വണ്ടി ഓൾട്ടോ LXI ആണ്. അപ്പോൾ അടുത്ത വണ്ടി ഓൾട്ടോ LXI 2007 മോഡല്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ് ഒക്കെ വരുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? 3rd ഓണർഷിപ്പാണ്. 4 ടയറും അത്യാവശ്യം പുതിയതാണ്. ഏകദേശം ഒരു 75-80% ഉള്ള ടയർ കണ്ടീഷൻ. ബോഡി വേറെ സ്ക്രാച്ച് ഒന്നുമില്ല. ഫുൾ പണി ചെയ്ത് നല്ല ക്വാളിറ്റി ആയിട്ട് ഇട്ടിട്ടുണ്ട്. LXI വണ്ടി. അതെ, പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്കിംഗ്. പവറിൻ്റെ ഇല്ലെന്നേ ഉള്ളൂ. AC പവർ സ്റ്റിയറിംഗ് ആണ്. പവറിൻ്റെ വരില്ലല്ലോ? അതെ. ഓക്കെ, ഓൾട്ടോ LXI AC പവർ സ്റ്റിയറിംഗ് മാത്രമേ വരുന്ന വണ്ടി. കിലോമീറ്റർ എത്രയല്ലേ? കിലോമീറ്റർ 86 സംതിങ്. 86 കിലോമീറ്റർ. സീറ്റ് ഫാബ്രിക് ആണ്, പക്ഷേ വൃത്തിയായിട്ട് പോകണ്ടോ? കുഴപ്പമില്ല, അത് നല്ല വൃത്തിയാണ്. നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. AC എല്ലാം വർക്കിംഗ് ആണല്ലോ? അതെ. ഓക്കെ, അപ്പം എത്രയ്ക്ക് കൊടുക്കാം നമുക്ക് ഈ വണ്ടി? ഇത് ഫൈനൽ 98,000 രൂപ കൊടുക്കും. 98,000 രൂപ. ഫൈനൽ 98,000. പക്ഷേ വണ്ടി കണ്ടീഷൻ ക്വാളിറ്റി കണ്ടീഷൻ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. തീരെ ഇതല്ലാത്ത വണ്ടിയല്ല. അപ്പം എടുത്ത വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. പ്രശ്നമില്ല. വിശ്വസിച്ചെടുക്കാൻ പറ്റിയ വണ്ടി. വണ്ടി. ശരി, അടുത്ത വണ്ടി നോക്കാം.
അപ്പോൾ അടുത്ത വണ്ടി ബീറ്റ് 2014 മോഡൽ ഡീസൽ LS സിംഗിൾ ഓണർ വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർ. കിലോമീറ്ററോ? 1,00,000 കിലോമീറ്ററായി. 1,00,000 കിലോമീറ്റർ. ബീറ്റ് ടയർ കണ്ടീഷൻ കൊള്ളാം. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ. വേറെ സ്ക്രാച്ചസ് ഇടാനൊന്നുമില്ല അല്ലേ? വേറെ ബോഡി എല്ലാം വൃത്തിയാണ് കാര്യങ്ങളാണ്. LS ആണ് വേരിയന്റ് പറഞ്ഞത്. LS വേരിയന്റ്. ഓക്കെ. വണ്ടി ഓവറോൾ നോക്കുമ്പോഴത്തേക്ക് വേറെ സ്ക്രാച്ച് ഇടേണ്ടൊന്നുമില്ല. വൃത്തിയുള്ള വണ്ടിയാണ്. ഓക്കെ. ഡീസൽ നമ്മുടെ ബീറ്റിന് മൈലേജ് 25 മേലേക്ക് 25 കിട്ടൂലേ? 20-25 ആവറേജ് കിട്ടും മൈലേജ്. 25 പറയുന്നില്ലേ? അതെ അതെ, കമ്പനി 25 പറയുന്നത്. 25.7 കമ്പനി പറയുന്നത്. അതായത് 20 പ്രതീക്ഷിക്കാം എന്തായാലും. അതെ അതെ അതെ. ഓക്കെ. ഇതിനകത്ത് 2 ഡോർ പവർ ഉണ്ട്, AC പോസ്റ്റർ ഇങ്ങനെ വരുന്നുണ്ട്. അതെ. വണ്ടി പക്ഷേ കാണാൻ വൃത്തിയുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഒരു പ്രശ്നമില്ല. ഓക്കെ. അപ്പോൾ എത്രയ്ക്ക് കൊടുക്കാം? ഇത് നമുക്ക് 1.10 ചോദിക്കുന്നത്. 1.10. അതായത് 14 വണ്ടിക്ക് പക്ഷേ ബീറ്റ് ആയതുകൊണ്ട് ലോൺ കയറൂല്ലോ? ലോൺ കയറുമോ? 75,000 ലോൺ കൊടുക്കും. 75,000 കയറും. ഇയോൺ എങ്ങനെ ഐഡൻസ്? ഇയോൺ 2018 മോഡൽ, 18 വണ്ടി, 32,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ? 32 കിലോമീറ്റർ ആയിട്ടുള്ളൂ. 32,000 കിലോമീറ്റർ. ഓക്കെ. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ലെതർ സീറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ 22 രജിസ്ട്രേഷനിൽ വരുന്നു. ഒരു സ്ക്രാച്ച് ഇടേണ്ട ഒന്നുമില്ല. നല്ല ബോഡി വൃത്തിയുള്ള വണ്ടിയാണ്. ആവറേജ് ഉണ്ട്. ബാക്കിൽ കൊള്ളാം, ഫ്രണ്ടിൽ ആവറേജ് ആണ്. അതെ. അങ്ങനെ സ്ക്രാച്ച് ഇടേണ്ട ഒന്നുമില്ല. ഇന്റീരിയർ നോക്കുമ്പോഴും സീറ്റ് കവർ ഉണ്ട്, പക്ഷേ വൃത്തിയായിരിപ്പുണ്ട്. ഇവിടെ നീറ്റാണ്, കാണിച്ചതും കാണാം. വൃത്തിയായിരിപ്പുണ്ട്. ഫ്ലോർ മാറ്റ് ഉണ്ട്. 2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് അല്ലേ? അതെ അതെ അതെ. വേരിയന്റ് എറാ പ്ലസ് വേരിയന്റ്. വേരിയന്റ് എറാ പ്ലസ് ആണ് വരുന്നത്. 2018 വണ്ടി അല്ലേ? 18 വണ്ടി. എത്രയ്ക്ക് കൊടുക്കാം? നമ്മൾ 2,60,000 ചോദിക്കുന്നത്. ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ലോൺ കയറും ഇതിനകത്ത്. ഒരു ഉദ്ദേശം ശരിയാണെങ്കിൽ 2-2.25 ലോൺ തന്നെ കയറും. 25,000 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം പറ്റും. 2.65 2.5 രൂപ റേഞ്ച് ഫൈനൽ വരെയാണെങ്കിൽ കൊടുക്കണം. 25,000 ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ മാസം ഒരു 6,000-6,500 EMI അടയ്ക്കാൻ പറ്റുമെങ്കിൽ വണ്ടി എടുക്കാം പറ്റും. അതെ. പിന്നെ നമ്മൾ മഴ രക്ഷയില്ലല്ലോ, നമുക്ക് തൽക്കാലം ഒന്നാം ഷീറ്റിൽ സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ട്, അഡ്ജസ്റ്റ് ചെയ്തെടുത്താണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതെല്ലാം വണ്ടികളൊക്കെ നമ്മൾ കാണിച്ചല്ലോ. വെർണ, അമേസ്, പിന്നെ ഒരു ആൾട്ടോ 800 വാഗനാർ, അങ്ങനത്തെ കുറച്ച് വണ്ടികളിവിടെ ഉണ്ട്. അമേസ് ഇതേത് മോഡൽ പറഞ്ഞ അമേസ്? അമേസ് 2014 ഡീസൽ വണ്ടി വരുന്നുണ്ട്. ഓക്കെ. വേറെ വാഗനാറൊക്കെ ബാഗ് കിടപ്പുണ്ടല്ലേ? വേറെ വാഗനാറുകൾ കിടപ്പുണ്ട്. അഡ്വാൻസ് ആയി 1-2 വണ്ടികൾ അഡ്വാൻസ് ആയി കിടക്കുകയാണ്, അതാണ് അത് കാണിക്കാത്തത്. ഓക്കെ. പിന്നെ ഒരു ഇനോവ കിടപ്പുണ്ടല്ലോ അവിടെ. അത് ഇപ്പോൾ അത് ടെസ്റ്റ് ഇപ്പോൾ ആയിരുന്നു, ടെസ്റ്റ് ചെയ്തിട്ട് വന്നതാണ്. 2005 മോഡല് ഒറിജിനൽ കേരള V വണ്ടിയാണ്. ഇപ്പൊ ടൈപ്പ് 4 ആയിട്ട് കൺവെർട്ട് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ അലോയ് വീല് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ക്വാളിറ്റി ആയിട്ട് പണി ചെയ്ത് ഇപ്പോൾ തന്നെ AC-ക്കൊക്കെ ഏകദേശം 25,000 കൊടുത്ത് എല്ലാം പണിയൊക്കെ ചെയ്ത് ഇപ്പോൾ വന്നതേ ഉള്ളൂ. അലോയ്സ് ഒക്കെ അഡീഷൻ ചെയ്തിട്ടുണ്ടല്ലേ? ഇപ്പൊ ടെസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. ഇന്ന് മെനഞ്ഞാന്നായിരുന്നു ടെസ്റ്റ്. 01 വണ്ടി. അതെ, 01 ഒറിജിനൽ കേരള വണ്ടി വന്നേളൂ. അതിന്റെ വില കൺഫേം ആയില്ലാണ് പറയാത്ത. ഏകദേശം നിങ്ങളെ വിളിച്ചറിയാൻ പറ്റും. ഏകദേശം ഇപ്പൊ അതിന്റെ AC-യുടെ ഒക്കെ വർക്ക് കഴിഞ്ഞ് ഇപ്പൊ വന്നേ ഉള്ളൂ. അപ്പൊ അത് 2030 വരെ പേപ്പർ ആയിട്ടുണ്ടല്ലോ. 2030 വരെ പേപ്പർ ഉണ്ട്. 5 വർഷത്തെ പുതിയ ടാക്സ്, പുതിയ ടെസ്റ്റ്, പുതിയ ഇൻഷുറൻസ് എല്ലാം എടുത്ത് നല്ല കണ്ടീഷൻ വണ്ടി, ക്വാളിറ്റി ആയിട്ട് പണി ചെയ്ത് ഇറക്കിയ വണ്ടി. ഓക്കെ. അപ്പം ശരി, നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അടുത്ത വീഡിയോ കാണാം.